നമ്മൾ 3-4 ദിവസമായിട്ട് ജോസഫിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ജോസഫ്? പൊട്ടക്കിണറ്റിൽ സഹോദരന്മാർ തള്ളിയിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പാവം. അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് വിറ്റ് ഫറവോയുടെ കീഴിൽ വരെയാണ്. അങ്ങനെ അവനൊരു കേസുണ്ടായി, കാരാഗൃഹത്തിൽ അവനെ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫറവോ ഒരു സ്വപ്നം കാണും. ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. എന്താണ്? നദിയിൽ നിന്നും വരുന്ന 2-3 മെലിഞ്ഞ മൃഗം വേറൊരു നദിയിൽ നിന്നും കൊഴുത്ത 2 മൃഗം. അപ്പോൾ ഈ മെലിഞ്ഞ മൃഗം ഈ കൊഴുത്ത മൃഗത്തെ വിഴുങ്ങിക്കളയും. അതെങ്ങനെ സംഭവിച്ചെന്ന് ഈ ഫറവോയെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ അവിടെ ഈജിപ്തിലെ പലരെയും വിളിച്ച് ചോദിക്കുകയും ഇതിന് വ്യാഖ്യാനിച്ച് തരണമെന്ന് പറഞ്ഞിട്ട് ആർക്കും സാധിക്കുന്നില്ല. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ ആരോ പറഞ്ഞ് ജോസഫിന് ഇത് സാധിക്കും. ജോസഫ് ഇതിന് തയ്യാറായിരിക്കും, അവനെ വിളിച്ചാൽ. അങ്ങനെ ഫറവോ അവരെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിൽ. ഫറവോ അടുക്കൽ വന്നിട്ട് അവരത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അത് കേട്ട ഉടനെ ഫറവോ പറയും, ദൈവം കൂടെയുള്ളവനെ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ, നിൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട്, നീ നല്ല ബുദ്ധിമാനും സമർത്ഥനുമാണ് ഒക്കെ പുകഴ്ത്തിയ ശേഷം അവനെ ഈജിപ്തിലെ മന്ത്രിയാക്കി അവൻ മാറ്റിയതാണ് ഫറവോ. അങ്ങനെ ഫറവോ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ വിരലിൽ കിടക്കുന്ന മുദ്രമോതിരം ഊരിയെടുത്തിട്ട് ജോസഫിൻ്റെ വിരലിൽ അണിയിക്കും. പട്ടുവസ്ത്രം എടുത്ത് ജോസഫിനെ അണിയിക്കും. വലിയൊരു സ്വർണമാല കഴുത്തിൽ ചാർത്തും. അങ്ങനെ അവന് കസേര കൊടുക്കുകയാണ്, മന്ത്രിസ്ഥാനം. ദൈവമായ കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു വഴികൾ നമ്മൾ കാണണം. ദൈവമായ കർത്താവ് ഭോഷന്മാരെയാണ് തിരഞ്ഞെടുക്കുക. ഭോഷന്മാരെ തിരഞ്ഞെടുത്ത് ഉയരങ്ങളിലേക്ക് ഉയർത്തും, എല്ലാവരെക്കാളും. അതാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ആ വചനം നമുക്ക് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 37 മുതലുള്ള തിരുവചനം. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്ക് അവൻ്റെ സേവകന്മാരും തോന്നി. അവൻ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അത് കറക്റ്റാണെന്ന്. അവിടുത്തെ വലിയ വലിയ ആൾക്കാർ, മതവാദികളൊക്കെ വന്നിട്ട് ഈ സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അതൊരു ദാഹമായിരുന്നു. ആ ദാഹം കർത്താവ് ദാഹിച്ചതാണ്. കർത്താവ് ദാഹം കൊടുത്തു അവനെ കൊണ്ട്. അത് ഇവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചതാണ് കാണുന്നത്. ഫറവോ സേവകന്മാരും പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യൻ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കണ ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈജിപ്തിൽ മറ്റാൾക്ക് കണ്ടെത്തത്തില്ല. എന്നാൽ ജോസഫ് അതിന് തയ്യാറാണ്. ഫറവോയും ഫറവോയുടെ ആൾക്കാരും പറയും. ഹല്ലേലൂയ. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഈ കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം നിനക്ക് ഈ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നീ ഒരു ശക്തനാണെന്നൊക്കെ ഫറവോ അതിനപ്പുറവും പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. കണ്ടാ, നിന്നെപ്പോലെ ബുദ്ധിമാനും നിഷ്കളങ്കനും സമർത്ഥതയുമുള്ള വേറൊരാൾ ഇല്ല എന്ന് ഫറവോ തന്നെ പറയുന്നു. നീ എൻ്റെ വീടിന് മേലധികാരം, എൻ്റെ ജനം മുഴുവൻ നിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. എൻ്റെ വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഈജിപ്റ്റ് ദേശത്തെ മുഴുവൻ ജനവും നിൻ്റെ വാക്ക് അനുസ്മരിക്കും എന്ന് പറഞ്ഞ് ഫറവോ അപ്പം തന്നെ ഇവനെ മന്ത്രിയാക്കിയാണ്. നോക്കിയേ, കർത്താവ് ഉയർത്തുന്ന ഒരു നിമിഷമാണ്. ദൈവമായ കർത്താവിന് ഒന്നും അസാധ്യമല്ല. ഒറ്റ നിമിഷം മതി അവനെ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ. ഒറ്റ നിമിഷം മതി അവനെ താഴത്തേക്ക് ഇറക്കി വിടാൻ. അഹങ്കരിച്ചു പോയോ
തട്ടിത്താടിയിട്ട് കളയും കർത്താവ്. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കില്ല കർത്താവ്. നീ എത്ര കിടന്ന് ഓടിയാലും ശരി. അങ്ങനെയുണ്ട്, രണ്ട് വശമുണ്ട് കർത്താവിൻ്റെ അടുത്ത്. കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ്. അഹങ്കാരം ഒട്ടും പാടില്ല. ഞാനെന്ന ഭാവം ഇറക്കി വെക്കണം. ജോസഫിനെ പോലെ പൊട്ടക്കിണറ്റിൽ കിടക്കണ വ്യക്തിയായിട്ട് നിൽക്കണം. അപ്പോഴാണ് കർത്താവ് ഉയർത്തുള്ളൂ. ഞാനെന്ന ഭാവം ഒന്ന് നിറഞ്ഞു പറഞ്ഞെങ്കിൽ കാല് തട്ടി വീഴും. എഴുന്നേൽപ്പിക്കാൻ ഒരാളും ഉണ്ടാവില്ല. ഹല്ലേലൂയ. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ പറയുന്നു, സിംഹാസനത്തിൽ അവൻ്റെ മുകളിലും ഞാൻ വലിയവനായിരിക്കും. എന്നാൽ എൻ്റെ കീഴിൽ നീ രാജാവാണ്. അവനെ ആക്കിയത് അപ്പം തന്നെ. എന്നാലോചിക്കേ. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യം മുഴുവനും അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഒറ്റ സെക്കൻഡാണ്, ഒറ്റ തടവറയിൽ കിടക്കായിരുന്നത്. അവിടെ നിന്ന് വിളിച്ചുകൊണ്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫറവോയുടെ മുമ്പിൽ നിന്നപ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത് അപ്പം തന്നെ അവനെ ഈജിപ്തിലെ രാജാവാക്കി അവനെ നിയമിച്ചു കഴിഞ്ഞു ഫറവോ. എങ്ങനെ പോകണമെന്ന് നോക്കിയ കാര്യങ്ങൾ. ഫറവോ തൻ്റെ കയ്യിൽ നിന്നും മോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. മുദ്രയുള്ള മോതിരമാണത്. ഈജിപ്തിൻ്റെ മുദ്രയുള്ള മോതിരം, രാജാവിൻ്റെ മുദ്രയുള്ള മോതിരം അപ്പം തന്നെ ഊരി ജോസഫിന് കൊടുക്കുകയാണ്. അധികാരം ഏറ്റുകഴിഞ്ഞവൻ. ജോസഫിനെ അണിയിച്ചു. അവൻ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. കഴുത്തിൽ ഒരു സ്വർണമാലയും ഇട്ടുകൊടുത്തു. പട്ടുവസ്ത്രങ്ങൾ അണിയിച്ച് നല്ല ചെരുപ്പൊക്കെ ഇട്ട്, അല്ലേ, ചിലപ്പോൾ വലിയ തൊപ്പിയും വെച്ചിട്ടുണ്ടാവും. രാജാവല്ലേ. ഒരു വലിയ സ്വർണമാലയും കഴുത്തിലിട്ടോട്ട് അവനെ നിയമിക്കണം. ഹല്ലേലൂയ ചെയ്തു. അവൻ തൻ്റെ രണ്ട് രഥങ്ങൾ ജോസഫിനെ എഴുന്നള്ളിച്ചു. രണ്ട് രാജാവ് എഴുന്നള്ളുന്ന രഥങ്ങൾ എന്താണെന്ന് നോക്കിയേ. അത് രണ്ടും ഇവന് വിട്ടുകൊടുക്കുകയും എന്നിട്ട് അവനതിനകത്ത് കയറിയിരുന്നു രാജാവിനെ പോലെ. എന്താണെന്ന് നോക്കിയാലേ. ഹല്ലേലൂയ. മുട്ടുകൾ മടക്കുവിൻ എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും മുട്ടുകൾ മടക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ജോസഫ് രാജാവിൻ്റെ രഥത്തിൽ കയറിയിരുന്ന് സഞ്ചരിക്കുകയാണ്. ഈജിപ്റ്റ് മുഴുവൻ കാണാൻ പോയിണവൻ. എല്ലാവരും അന്തം വിട്ടുപോയി, ഇതെന്താണ് ഇങ്ങനെയെന്ന്. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിനെ മുഴുവൻ അധിപനാക്കി. ഈജിപ്ത് ദേശം മുഴുവനും അവനെ വലിയൊരു അധിപനാക്കി മാറ്റിയിരുന്നു. ഈ പ്രവൃത്തി ചെയ്യുന്നത് കർത്താവാണ്. ഒരു മനുഷ്യനെ താഴ്ത്താനും ഉയർത്താനും ദൈവത്തിന് ഒറ്റ നിമിഷം മതി. ഒറ്റ നിമിഷം. ഏത് വലിയ രോഗമായിക്കോട്ടെ, ഏത് വലിയ കഷ്ടപ്പാടുകളായിക്കോട്ടെ, കർത്താവിന് ഒരു നിമിഷം മതി. അത് മാറ്റി മറിച്ചു കളയും നമ്മൾ. പക്ഷെ അവനോട് കൂടെ ഇരിക്കണം. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. എൻ്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്ത് എങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. എൻ്റെ സമ്മതം കൂടാതെ ഒരാളും കയ്യോ കാലോ ഉയർത്തുകയില്ല. അങ്ങനെയായിരുന്നു അവൻ ആ ഈജിപ്ത് ദേശത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ജോസഫിനെ പോത്തിഫറിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ അവന് അനുവാദം കൊടുത്തു. പോത്തിഫറിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ. അപ്പോഴത്തേനും രാജാവൊക്കെ വലിയ ആളായി. അങ്ങനെ പോത്തിഫറിൻ്റെ മകളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കല്യാണം നടക്കാൻ പോവുകയാണ്. അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ ജോസഫ് ഈ രഥത്തിൽ കയറി ഈജിപ്റ്റ് മുഴുവൻ സഞ്ചരിച്ച് കാണുന്നു. എന്താണെന്ന് നോക്കണം അല്ലേ. ഹല്ലേലൂയ. ഈജിപ്ത് രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. അവസാനമേറ്റപ്പോൾ 30 വയസ്സായി. അങ്ങനെ അവൻ കല്യാണം കഴിച്ച് അവൻ രാജ പദവിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫറവോയുടെ മുൻപിൽ നിന്നും പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷിതത്തിൻ്റെ 7-ാം വർഷം ഭൂമി സമർത്ഥമായി. അങ്ങനെ ഈജിപ്റ്റ് മുഴുവൻ
രഥത്തിൽ കയറി ഇങ്ങനെ സഞ്ചരിച്ച് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്ന് നോക്കിയാൽ അല്ലേ, ഒട്ടക്കിണറ്റിൽ തള്ളിയിട്ട സഹോദരന്മാരെ അവിടെ കിടക്കുന്നത്, ജോസഫ് അവിടെ കിടക്കുന്നത്. അങ്ങനെ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു വലിയ പട്ടിണി വരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമില്ലാണ്ട് ഇവൻ്റെ സഹോദരന്മാർ കഷ്ടപ്പെടുമ്പോൾ ജോസഫിൻ്റെ അടുത്ത് വരും. അതൊക്കെ വായിക്കാൻ ഇനി കുറേ ഉണ്ട് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ. എന്നിട്ട് അവർ ഇവനറിയില്ല. കാരണം ഇവൻ ജോസഫ് പട്ടു വസ്ത്രങ്ങളും സ്വർണ്ണമാലയൊക്കെ ഇട്ട് കണ്ടപ്പോൾ എൻ്റെ മുഖച്ഛായ മാറിപ്പോയി. പക്ഷെ അവരെ അറിയുന്നുണ്ട്. അവൻ ഈ സഹോദരന്മാരെ അറിയും. അങ്ങനെ അവൻ അധികാരത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അവൻ അധികാരം എടുക്കണമല്ല. ഒരിക്കലും ഞാൻ നിൻ്റെ സഹോദരൻ ജോസഫാണെന്ന് അവർ പറയുന്നില്ല. അവൻ്റെ വേണ്ട ധാന്യങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്തു കൊടുക്കും. ഹല്ലേലൂയ. 7 വർഷം കൂടി അവൻ ഭൂവാസികൾക്കെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. അങ്ങനെ ആ ഈജിപ്ത് ദേശത്ത് എല്ലാവർക്കും സമർത്ഥമായി വിളവും ഒക്കെ ഉണ്ടാകുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഈ ഒരൊറ്റ വ്യക്തി ആ ഈജിപ്തിൽ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഈജിപ്ത് ദേശം മുഴുവനും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഫലങ്ങൾ, നുറുമേനി ഫലങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. നെല്ല്, ഗോതമ്പ്, അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങളെല്ലാം മനോഹരമായി വിളയാണ്. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നഗരത്തിന് ചുറ്റുമുള്ള വയലുകളിൽ ഭക്ഷ്യവും അതിനെ നഗരത്തിൽ നിന്നും സൂക്ഷിച്ചു വെച്ചു. കടൽക്കരയിൽ മണൽ പോലെ ധന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. കടലിലെ മണൽത്തരി പോലെ ഈജിപ്തിൽ അവൻ്റെ വലിയ കൊട്ടാരത്തിൽ ഗോഡൗണിൽ ശേഖരിച്ചു വെച്ചു. അത്രയും കർത്താവ് വാരി കോരിയാൻ കൊടുത്തു. ഒരാളെ ഉയർത്തിക്കഴിഞ്ഞാൽ കർത്താവ് ആ നാടിനെ രക്ഷിക്കും. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. വിളവില്ലാണ്ട് കിടക്കുന്ന ഭൂമിയൊക്കെ നൂറുമേനി വിളവ് ഉണ്ടാക്കാൻ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ജോസഫിന് അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണ്? അവൻ എളിമയിലായിരുന്നു, സത്യസന്ധനായിരുന്നു. ആവേ മരിയ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോസഫിനെയാണ്. ഇന്നത്തോടുകൂടി അവസാനിച്ച് നാളെ ഞാൻ എൻ്റെ ഒരു ജീവിത ചരിത്രം ഞാൻ നിങ്ങൾക്കുമായി കണ്ടുവയ്ക്കും. ഞാൻ എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടിയതെന്നും എനിക്ക് വേണ്ടി ഒരു നാട് അവിടുത്തെ നിയമം മാറ്റി എഴുതിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. ആവേ മരിയ.